ആൾക്കാരുടെ ഒരു മനോഭാവം വല്ലാത്തൊരു ഇതാണ്. ഇപ്പൊ എന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? നമ്മളെ കൂടെ പറഞ്ഞില്ലെങ്കിൽ, ഞാനൊരു പൊതുപ്രവർത്തനമായിട്ടൊക്കെ നടന്ന ആളാണ്. ഇപ്പൊ സാംസ്കാരിക സംഘടനകളിലും ഒക്കെ. പക്ഷെ നമ്മളെ കൂടെ പറഞ്ഞില്ലെങ്കിലും ഇന്നടുത്ത് നല്ലേ വരുന്നത് എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങൾ ഒരുപാടായിട്ടുണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു കല്യാണത്തിനോ എന്തെങ്കിലും പോകുമ്പോഴായിരുന്നാലും യാദർച്ചയായിട്ടെങ്കിലും ചോദിക്കാറുണ്ട്, ഡ്യൂട്ടി ഇന്ന് കയറിയില്ലേ, അല്ലെങ്കിൽ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അത് നമുക്കത് എത്രയും അറിയാവുന്ന ആളായിരിക്കും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ ചോദിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഓഫീസിൽ പോകുന്നതല്ല, നീ അത് കഴിഞ്ഞിട്ടാണോ ഇവിടെ വരുന്നത് എന്നുള്ള നിലയിൽ ചോദിക്കാറുണ്ട് ആൾക്കാരും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കല്യാണം ഇതൊക്കെ ഉണ്ടെങ്കിൽ 2 ദിവസം മുമ്പേ ആ വീട്ടിലൊന്ന് പോയി തരാൻ കാണിച്ചത്. അങ്ങനെയൊക്കെ ഉണ്ടായത്. കാര്യം അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതി. നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിപ്പോൾ എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മളിപ്പോൾ അന്ന് ഒരു ശ്മശാനത്തിലെ ജോലിക്കാരനെന്ന് പറയുമ്പോഴത്തേക്കൊരു കാഴ്ചപ്പാടുണ്ട് ആൾക്കാരുടെ രീതി. ശരിക്കും ശവം കത്തിച്ചിട്ട് വരുന്ന ആളിനെ ഹിന്ദു ആചാരപ്രകാരം പറയാ, കത്തിച്ചിട്ട് വരുന്ന ആളിനെ എതിരെ പോകാൻ പാടില്ലെന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കായിരുന്നാലും എതിരെ വരുന്ന എതിർപ്പ് നോക്കാന്ന് പറയാം. എതിർപ്പ് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അവർക്ക് ആണെങ്കിൽ നമുക്കെന്ത്